ക്രൈസ്തവരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലുള്ള ക്രിസ്ത്യാനികൾ ബാബാ കക്ഷികളായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രം ബാബിലോണിയായിരുന്നു. എന്നാൽ റോമിനെ സപ്പോർട്ട് ചെയ്യുന്ന പാശ്ചാത്യരാകുന്ന ക്രിസ്ത്യാനികൾ നമ്മുടെ നാട്ടിലേക്ക് വന്നു. വിശ്വാസികളാകുന്ന മുസ്ലിങ്ങളെ മാത്രമല്ല അവർ പീഡിപ്പിച്ചത്, അവരുടെ ഇടയിലുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങളെപ്പോലും അവർ കാര്യമായി എടുത്തു. നമ്മുടെ നാടുകളിൽ ഈ വാവാ കക്ഷികളിൽ നിന്ന് പാപ്പാ കക്ഷികളിലേക്ക് ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ പരിവർത്തനം ചെയ്യിക്കാൻ നിരന്തരമായ പീഡനങ്ങൾ അവർ നടത്തി. ക്രൈസ്തവരുടെ ചരിത്രം വായിക്കുമ്പോൾ അമ്മയുടെ നെഞ്ചിൽ നിന്ന് കുട്ടിയെ വലിച്ചെടുത്ത് ഒരലിലിട്ട് ഇടിക്കുന്ന ബ്രിട്ടീഷുകാരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്ര ക്രൂരാണത്! ഒരലിലിട്ടിട്ട് ഒലക്കം കൊണ്ട് ഇങ്ങനെ പൊക്കിപ്പിടിച്ച് അമ്മയോട് പറയാം, നീ പാപ്പാ കക്ഷിയിൽ നിന്ന് മാറി വാവാ കക്ഷിയിലേക്ക് എത്തണമെന്ന്. കേരള ക്രൈസ്തവരുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കൂനംകുരിശ് സത്യാഗ്രഹം. നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. എന്തായിരുന്നു കൂനംകുരിശ് സത്യാഗ്രഹത്തിൻ്റെ പ്രശ്നം? ഈ വാവാ കക്ഷികളെ പാപ്പാ കക്ഷികളാക്കുന്നതിനെതിരെ അവരെല്ലാവരും കൂടെ കോട്ടയത്ത് നടത്തിയ വലിയൊരു പ്രതിഷേധമാണ് ഈ കൂനംകുരിശ് സത്യാഗ്രഹം. ലോകത്ത് മൊത്തം അവരുടെ ഐഡിയ അടിച്ചേൽപ്പിക്കലായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. കച്ചവടം അതിനുള്ള മുന്നുപാധി മാത്രമായിരുന്നു. അറബികൾ വന്നത് അങ്ങനെയല്ല. അവർ കേരളത്തെ സ്നേഹിച്ചു. ഈ നാടിനൊരു ദ്രോഹവും വരാതിരിക്കാൻ അവർ കഠിനമായി അധ്വാനിച്ചു. ഈ നാട്ടുകാരോട് വലിയ ബന്ധമുണ്ടായി. ഒരൊറ്റ മനുഷ്യൻ പോലും അറബികളുടെ കച്ചവട സംഘത്തിൻ്റെ പീഡനം അനുഭവിക്കേണ്ടി വന്നില്ല. അവർ മാന്യമായ രീതിയിൽ കച്ചവടം നടത്തി. ഇങ്ങനെ ലോകം ഭരിച്ചിരുന്നവരായതുകൊണ്ട്, ക്രൂരത കൊണ്ട് ലോകത്തെ മൊത്തം കീഴടക്കിയവരായതുകൊണ്ട് ഈ ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു ഫലസ്തീൻ ഉണ്ടായിരുന്നത്.